ഹലോ ഫ്രണ്ട്സ്, കപ്പയും ചിക്കനും അല്ലെങ്കിൽ കപ്പയും മീൻകറി നല്ല കോമ്പിനേഷൻ അല്ലേ? അങ്ങനെ ഒരു കപ്പയും ചിക്കനും വെച്ചിട്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടി നല്ലപോലെ വേവിച്ച് വെച്ച കപ്പ നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കുക. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ നല്ലപോലെ വേവിച്ച് സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് അത് നല്ലപോലെ കലക്കിയെടുക്കുക. ഈ മുട്ട പൊട്ടിച്ച് കലക്കിയെടുക്കുന്നത് വെച്ചാൽ ബ്രെഡ് ക്രംസിലിട്ട് മുക്കി പൊരിക്കാനാണ്. മുട്ട ഇല്ലെങ്കിലും മൈദ വെച്ചും ചെയ്യാം കേട്ടോ. നല്ലപോലെ കലക്കിയെടുക്കുക. ഇനി നമ്മൾ ഈ എടുത്തു വെച്ച ബാറ്റർ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. അതിനുശേഷം ഈ വെച്ച മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നല്ലപോലെ പൊരിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ കട്ട്ലേറ്റിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ്. കപ്പേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞങ്ങളുടെ നാട്ടിൽ പൂളാന്നാട്ടോ കപ്പയ്ക്ക് പറയുക. ചില ആൾക്കാർ കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റ് കേട്ടോ. നല്ലപോലെ എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ നമ്മൾ നല്ല ടേസ്റ്റാണ്. ഈ കപ്പയും അതേപോലെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുരിപ്പിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യണം കേട്ടോ.